സായനം വരുന്നു. ഒരു യാത്രയുടെ ഇടയിൽ കയറി വന്ന ഒരാളാണ് ഞാൻ എയർപോർട്ടിലോട്ട് പോവാണ്, ഞാനൊന്ന് പുറത്തേക്ക് പോവാണ്. ഈ സിനിമയിൽ അതുപോലെയാണ്, സിനിമയുടെ അവസാന ഭാഗത്തേക്ക് കയറി വന്ന ഒരാളാണ്. ഈ സിനിമയെക്കുറിച്ച് പറയുമ്പോഴും ഈ സിനിമയിൽ അഭിനയിക്കുമ്പോഴൊക്കെ തീർച്ചയായിട്ടും മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് ഒരു വലിയ വിജയമായി മാറണമേ എന്ന് തന്നെയാണ്. എല്ലാ സിനിമകളും അങ്ങനെയാണ്. അപ്പോൾ ഇതിൻ്റെ പുറകിലൊരു അധ്വാനം, ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച ആൾക്കാർ എല്ലാവരെയും ഈ അവസരത്തിൽ ഞാൻ ഓർക്കുന്നു. എന്തായാലും എനിക്കെങ്ങനെ റോള് തന്ന ഇതിൻ്റെ സംവിധായകനും എഴുത്തുകാരനും അതിലെ പ്രധാന കഥാപാത്രം ഉന്നയിച്ച പ്രത്യേകിച്ചും എല്ലാവർക്കും ഉള്ള എൻ്റെ നന്ദി ഞാൻ അറിയിക്കുന്നു. എപ്പോഴും സിനിമകൾ സക്സസ്ഫുൾ ആകുമ്പോഴാണല്ലോ ഇനി അടുത്ത സിനിമയെക്കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പോൾ എന്തായാലും ഏറ്റവും മനോഹരമായ ഒരു സിനിമയായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. മാമ്പറക്കൽ അഹമ്മദ് ഹാജി, സോറി അല്ലൊരു പാവം മനുഷ്യനാണ്. ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ അവസരം കൊടുക്കുന്നു. താങ്ക് യു വെരി മച്ച്. ഒരിക്കലും കൂടെ എല്ലാവർക്കും ഒരു നല്ല രാത്രി നേരുന്നു. താങ്ക് യു. ഞാൻ നിങ്ങളുടെയൊക്കെ സമ്മതത്തോടു കൂടി ചേച്ചി, സോറി ഞാൻ കണ്ടില്ല, സമ്മതത്തോടു കൂടി ഇത് കഴിഞ്ഞാൽ പോവും. എനിക്ക് എയർപോർട്ടിൽ പോകണം. ഞാൻ നോക്കിയപ്പോൾ ഭയങ്കര ട്രാഫിക് ബ്ലോക്കാണ്. എന്തായാലും ഇപ്പോൾ പോയില്ല, ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. താങ്ക് യു. ലാലേട്ട ഒന്ന് തുടരണം, ഒരു സെക്കൻഡ് പെട്ടെന്ന് വിടാം. നമുക്കതിന് മുമ്പായി വൈശാഖേട്ടൻ, ജിൻഷേട്ടൻ, ടോവിനോ, സൗബിൻ ദയവായി ഒന്ന്. നമുക്കപ്പോൾ എന്താ സർപ്രൈസിന് നമ്മുടെ കോ പ്രൊഡ്യൂസേഴ്സിനെ കൂടെ ഒന്ന് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ കോ പ്രൊഡ്യൂസേഴ്സ് ഒന്ന് മിസ്റ്റർ സൂരജ്, ശ്രീലാൽ, ശിവജിത്ത്, പ്ലീസ് ഞങ്ങൾ ജോയിൻ ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. ഇത് എനിക്ക് തോന്നുന്നു മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു സിനിമ റിലീസ് ആവുന്ന ആ ഒരു ദിവസം തന്നെ എൻറ്റയർ ക്രൂ ഒരുമിച്ച് ഒത്തുകൂടുന്നത്. ആൻഡ് അതിന്റെ പിന്നിൽ ആക്ച്വൽ റീസൺ എന്താണ് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മളിപ്പോൾ കൊണ്ടുവരുന്നത്. ഒരു സീക്രട്ട് ആണെന്ന് ചോദിച്ചാൽ പലർക്കും ഇപ്പോ ചെറുതായിട്ടൊക്കെ അറിയുന്ന ഒരു സീക്രട്ട് ആണ്. ഓൾറെഡി ഇവിടെ രാജുവേട്ടൻ സംസാരിച്ചപ്പോ ഇതിന്റെ ഒരു ഹിന്റ് കൂടെ തന്നിരുന്നു എന്താണ് നമ്മൾ ഇവിടെ ഇനി ചെയ്യാൻ പോകുന്നതെന്ന്. രണ്ടുപേരെ കൂടി ഒന്ന് വിളിച്ചോട്ടെ. കൈറ പ്ലീസ് ജോയിൻ us. ഡോൺ, രണ്ടുപേരും ഞങ്ങളോടൊപ്പം ചേർന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. സിനിമ കണ്ടവർക്ക് അറിയാം, വളരെ പ്രധാനപ്പെട്ട 2 വേഷങ്ങളാണ്. ജെയ്ക്സേട്ട വരൂ. ഈ സിനിമയിൽ നമ്മൾ വളരെ ആവേശത്തോടെ കണ്ട ഒരുപാട് സീൻസിൽ ജെയ്ക്സേട്ടന്റെ വിരലടയാളം ഉണ്ടായിരുന്നു. അത് വേറൊരു കാര്യം. So I think they are all set. ഇന്ന് നമ്മൾ എല്ലാവരും ഇവിടെ ഒത്തുകൂടിയതിന്റെ റീസൺ എന്താണ് എന്ന് നമ്മൾ എല്ലാവരും അറിയുന്ന ആ ഒരു നിമിഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ ഓണം നമ്മളെല്ലാവരും ആഘോഷിക്കുന്നത് ഖലീഫയാണെങ്കിൽ ഇന്ന് we are going to reveal something for you. ലാലേട്ടാ, ബസർ സെറ്റ് ആണ്. ലാലേട്ടൻ ഒന്ന് സെന്ററിലേക്ക് വന്ന് ആ ബസർ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സീക്രട്ട് റിവീലിംഗ് എന്ന് നമുക്ക് എല്ലാവരും കാണിച്ചു കൊടുക്കാം. പക്ഷെ നിങ്ങളുടെ ഒരു നല്ല കൈയടിയും ഒച്ചയും ബഹളമൊക്കെ വേണം. നമുക്കൊന്ന് ആഘോഷമാക്കി മാറ്റണം. There we go. ഇതിന്റെ ലോഞ്ചിന് വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരും ഇവിടെ എത്തിയത്. ആദ്യ ഭാഗമാണ് ഇത് നമ്മളെല്ലാവരും തിയേറ്ററിൽ ആഘോഷിച്ചെങ്കിൽ ഇനി കാത്തിരിപ്പ്, മലയാള സിനിമ ആഘോഷിക്കുന്ന സ്നേഹിക്കുന്ന എല്ലാവരുടെയും കാത്തിരിപ്പ് പാർട്ട് 2 വേണ്ടിയിട്ടാണ്. സോ ലാലേട്ടാ, ഒരു എന്താണ് ആന്റിസിപ്പേഷന്റെ കഥ എന്ന് ഞങ്ങൾക്കൊന്ന് അറിയണം. എന്തൊക്കെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യാൻ പോകുന്നത്, എന്താണ് പ്ലാൻ എന്നൊന്ന് അറിയണം. ഒരു 2 വാക്ക് എല്ലാവരോടും അബൌട്ട് ഖലീഫ 2 ദ ലെഗസി. ഒരു പിടിയില്ല, സത്യം പറഞ്ഞാണ്, എനിക്കറിയില്ല എന്തൊക്കെയോ പരിപാടികളാണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രതീക്ഷയാണ്. അപ്പോ എനിക്ക് തോന്നുന്നു ഈ പരിപാടികൾ കറക്റ്റ് ആയിട്ട് നമുക്ക് ചോദിക്കാൻ പറ്റുന്ന കുറച്ച് പേര് ഉണ്ട്. പക്ഷെ എനിക്ക് രാജോനോട് ചോദിച്ചു നോക്കാം. രാജോൻ എന്തായിരിക്കും? അല്ല, എന്നാലും ആദ്യം ഒരു 2 വാക്ക് എല്ലാവരോടും. നമ്മളിവിടെ ലോഞ്ച് ഒക്കെ ചെയ്തില്ലേ നമ്മുടെ 2 ദ ലെഗസി ഖലീഫ. അല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാമ്പറക്കൽ അഹമ്മദ് അലിയുടെ ഒരു ലെഗസിയെ കുറിച്ച് ഈ സിനിമ
കണ്ട ആൾക്കാർക്ക് ഒരു സൂചന കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ആ ലെഗസിയുടെ പിന്നിൽ ഒരു വലിയ കഥയുണ്ട്. 1970s and 80s ആ സിനിമ കാണാൻ പ്രേക്ഷകർക്കിടയിൽ ഞാനും ഉണ്ടാവും, ആ സിനിമയിലും ഞാനും ഉണ്ടാവും. താങ്ക് യു സോ മച്ച്. ഇത് കേൾക്കാൻ തന്നെയാണ് ഞങ്ങൾ എല്ലാവരും ആഗ്രഹിച്ചിരുന്നത്. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയ്ക്ക് മാത്രമല്ല, ആ സിനിമയിലും ഉണ്ടാവും. ആൻഡ് ദിസ് ഇസ് ഓൾ അബൌട്ട് an anticipation. Again, a വൈശാഖ് മൂവി വീണ്ടും മലയാള സിനിമ ആഘോഷിക്കുന്നവർക്ക് ഒരു വലിയ ആഘോഷം കൊണ്ടുവരുന്നതായിരിക്കും. ഇനി എല്ലാവർക്കും കാത്തിരിപ്പാണ്. പക്ഷെ നമ്മളിവിടെ ലോഞ്ച് ഒക്കെ ചെയ്തപ്പോൾ ഒരു ഫോട്ടോ എടുക്കണ്ടേ, ലാലേട്ട് പോവാൻ തിരക്കണ്ടെന്ന് പറയാം. അപ്പൊ എല്ലാവരും ഒന്ന് ഒരുമിച്ച് നിന്ന് ലെറ്റ്സ് ടേക്ക് എ പിക്ചർ, ലെറ്റ്സ് മേക്ക് എ ബ്യൂട്ടിഫുൾ മെമ്മറി ഔട്ട് ഓഫ് ദിസ്. ലാലേട്ട വീണ്ടും മീശ അടിപൊളിയായിട്ടുണ്ടല്ലോ വീണ്ടും, അല്ലേ?